നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ച് തുടങ്ങിയ വിഷയം ഗളബുള്ള എന്നതാണ്. ഗളബുള്ള അല്ലാഹുവിന്റെ ഗളബിന് കാരണമാകുന്ന വിഷയങ്ങളാണ് പറഞ്ഞത്. അഞ്ചാമതായി ആ പെണ്ണ് പറയേണ്ടത്, ഞാൻ കളവാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് സത്യമാണ്, ഭർത്താവിന്റെ ഭാഗത്താൽ സത്യമുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ കോപം എന്റെ മേൽ ഉണ്ടാവട്ടെ എന്നാണ് ആ പെണ്ണ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ ആ പെണ്ണ് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നാണ്. അപ്പൊ അതില് പ്രധാനമായും പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ ഗളബിന് കാരണമായി പറയുന്നത് ഒന്ന് സൂറത്ത് നിസായിലെ 93-ാമത്തെ ആയത്താണ്. അത് നമ്മൾ എഴുതി അല്ലെ? നിസായിലെ 93 നമ്മൾ പറഞ്ഞു. അതായത് അള്ളാഹിന്റെ ഗളബ് ഉണ്ടായിക്കോട്ടെ എന്നൊരു പെണ്ണ് വെറുതെ പറയില്ല. കാരണം ഗളബുള്ള വിഷയം വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ പിന്നെ നിരപരാധിയായ ഒരാളെ കൊല്ലുന്നത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹിന്റെ ഗളബിന് കാരണമായിരുന്നു. അത് സൂറത്ത് നിസായിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് സൂറത്തുൽ ഫത്ഹ് അല്ലെ? അപ്പൊ സൂറത്തുൽ ഫത്ഹിലെ അപ്പൊ ഒന്ന് നിസായിലെ 93, സൂറത്തുൽ ഫത്ഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഫത്ഹിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത് അല്ലെ? അത് ആയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സൂറത്തുൽ ഫത്ഹിലെ 1 മുതൽ 9 വരെയുള്ള ആയത്ത്, ഫത്ഹിലെ 1 മുതൽ 9 വരെയുള്ള ആയത്ത് 48-ാമത്തെ സൂറത്ത്. സൂറത്തുൽ ഫത്ഹ് 48-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അതിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ. ഈ സൂറത്തിനെ പറ്റിയും ഈ സൂറത്ത് ഇറങ്ങിയ സന്ദർഭത്തെ കുറിച്ചും ഈ സൂറത്ത് ഇറങ്ങാൻ കാരണമായ കാര്യത്തെ കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഇനി നമ്മൾ ആയത്തുകൾ പരിശോധിക്കുക. എന്നിട്ട് അതില് അള്ളാഹിന്റെ ഗളബിന് കാരണമാകുന്ന ഒരു വിഷയം പറയുന്നുണ്ട്. അതെന്താന്ന് പരിശോധിക്കാനാണ്. അപ്പൊ ആയത്ത് ഓതിക്കോളി. 1-ാമത്തെ ആയത്ത് മുതൽ. بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم
وكان ذلك عند الله فوزا عظيما ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا ولله جنود السماوات والأرض وكان الله عزيزا حكيما إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. പരിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളും അതിലെ ഓരോ ആയത്തുകളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോക വിജയത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ ദുനിയാവിലെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതും കൂടി സമ്മാനിക്കുന്ന കാര്യം. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളാകട്ടെ ആയത്തുകളാകട്ടെ അത് വെറും ഒരു പരലോകത്തെ രക്ഷയ്ക്ക് അതിനു വേണ്ടി തന്നു എന്ന് മാത്രം മനസ്സിലാക്കാതെ പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ ദുനിയാവിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് കിട്ടണം. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. പരലോകം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ദുനിയാവിൽ ചില കാര്യങ്ങൾ കിട്ടണം. പക്ഷെ പലപ്പോഴും നമ്മൾ ദുനിയാവിൽ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടത് പരലോകത്ത് രക്ഷപ്പെടാൻ കൂടിയാണ് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കലില്ല. അത് ദുനിയാവിന്റെ കാര്യമില്ല എന്നാ പറയുന്നത്. ദുനിയാവിന്റെ ചില കാര്യങ്ങൾ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കൂടി കിട്ടണം. ഇപ്പൊ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ നമ്മളെ ഈമാനിനെ ബാധിക്കും. അങ്ങനല്ലേ? ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ നമ്മളെ ഈമാനിനെ ബാധിക്കും. ഉദാഹരണത്തിന് നല്ല ഒരു സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഭദ്രത ഉള്ള ഒരാളാണെങ്കിൽ അയാള് സാമ്പത്തിക ഭദ്രത ഉള്ളതോടൊപ്പം അയാൾക്ക് നല്ല ഈമാനുള്ള മനുഷ്യനാണ്, വിശ്വാസിയാണ്, അയാൾ നല്ല ആബിദാണ്, ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, നന്നായി ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന ആളാണ്, നന്നായി ദാനം ചെയ്യുന്ന ആളാണ്, ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, നല്ലൊരു മനുഷ്യനാണ്, അയാൾക്ക് നല്ല സാമ്പത്തിക ഭദ്രതയുണ്ട്. ഇയാൾക്ക് പെട്ടെന്ന് സാമ്പത്തികമായ ഒരു പരാജയം സംഭവിക്കുമ്പോൾ ഇയാളുടെ ഈ അവസ്ഥകളെ ഒക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ? അയാളെ ഇബാദത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അയാളുടെ ഈമാനിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, ഒക്കെ ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ദുനിയാവിന്റെ ചില കാര്യങ്ങൾ നമ്മൾ ആഖിറത്തെ ബാധിക്കും. അപ്പൊ അവിടെ തകർന്നു പോകുന്ന ഒരാളാകാൻ പാടില്ല ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ. അതെ, ഈ സൂറത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത നമ്മൾ എപ്പോഴും ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. കാരണം നമ്മൾ നിത്യജീവിതവുമായി ഈ സൂറത്തിന്റെ ആദ്യത്തെ ആയത്തുകൾക്ക് ചില ബന്ധമുണ്ട്. ഈ ചിലതൊക്കെ നമുക്ക് പിന്നെ ഷർറാണ് എന്ന് തോന്നുന്ന, നമ്മുടെ ജീവിതത്തെ ബാധിക്കാനിടയുള്ള ഒരു ചില വിഷമങ്ങളും സങ്കീർണതകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾക്ക് ബേക്കിൽ അള്ളാഹു ഒരു ഖൈർ വെച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ? ആ ഖൈർ നമ്മൾ അറിയാതെ പോകും. നമ്മൾ കാണുന്നതിന് നേരെ ചാടും. ഇപ്പൊ ഹുദൈബിയ സന്ധി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, അതായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സൂറത്ത്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
വല്ലാതെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ തെറ്റിദ്ധരിച്ച ഒരു ഘട്ടമാണ്. കാരണം നബി എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് എന്ന് അവര് പലപ്പോഴും ചോദിച്ചിരുന്നു. ആ കരാറുകളൊക്കെ വായിച്ച ഉമർ ഖത്താബിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ ചൂടായ മാതിരിയൊക്കെ അവര് സംസാരിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ചരിത്രം വായിച്ചാൽ കാണാൻ കഴിയും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷെ നമുക്ക് തോന്നും ഞാൻ തോൽക്കാണ്, പരാജയപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഒരാൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഒരു സാമ്പത്തികമായി നല്ല ഭദ്രത ഉള്ള ഒരാള്, അയാൾ സദഖ കൊടുക്കുന്നു, ദാനം ചെയ്യുന്നു, നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, നല്ല ആബിദാണ്, ഇബാദത്തൊക്കെ ചെയ്യുന്നു. അയാളുടെ സാമ്പത്തികമായ കാര്യത്തിൽ കുറച്ച് പരാജയപ്പെട്ടത് നേരിട്ടപ്പം അയാളെ ഇബാദത്തിനെ ബാധിക്കുന്നു, അയാളെ ഈമാനിനെ ബാധിക്കുന്നു, പലതിനെയും ബാധിക്കുന്നു. ഇത് നമ്മക്കിടയിൽ ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പൊ ഇയാൾക്ക് ഇത് ഇങ്ങനെ ബാധിക്കാൻ കാരണമായത് ഈ സാമ്പത്തികമായ വിഷയത്തിൽ അയാൾ മനസ്സിലാക്കിയത് അയാൾക്കത് ഷർറാണെന്നാണ്. പക്ഷെ അല്ലാഹു തആല അയാൾക്ക് അതിന്റെ ഉള്ളിൽ ഒരു ഖൈർ വെച്ചിട്ടുണ്ടാവും. ആ ഖൈർ ഒരു പക്ഷെ ഇയാളെ കോടികൾ കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യമായിരിക്കും. ആ ഖൈറ് ഇയാൾക്ക് ഇനിയിപ്പോ ഇരട്ടി കിട്ടിയെന്നായിരിക്കും. ഇയാൾക്ക് കോടികൾക്ക് മേലെ കോടി കിട്ടിയാൽ പോലും ആ കോടികൾ കൊണ്ട് നേടാൻ പറ്റാത്തൊരു ഖൈറ് അള്ളാഹു ഈ സാമ്പത്തിക കാര്യത്തിൽ കമ്മി വരുത്തിയിട്ട് വെച്ചിട്ടുണ്ടാവും. പലപ്പോഴും നമ്മളത് അറിയാതിരിക്കലാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ പ്രതികരിക്കും. ഇപ്പൊ ചെറിയ പ്രായത്തിലേ നമ്മൾ പഠിച്ച കഥല്ലേ, ഒരു കുട്ടിയുടെ കൂടെ ഒരു ചെറിയൊരു ഒരു കീരിക്കുട്ടിനെ കീഴിൽ ആ അമ്മ കീരിനെയും കുട്ടിനെയും വളർത്തും. രണ്ടുപേരും ചിരിച്ചു കളിച്ച് നല്ലോണം ഉഷാറായിട്ട് ജീവിക്കും. കുട്ടി കുറച്ച് വളർന്നു, കുട്ടി കീരി വളർന്നു. ഈ അമ്മ വള്ളെടുക്കാൻ വേണ്ടി പോയി. വള്ളെടുത്ത് വരുമ്പോ ഈ കീരി ചോരയിൽ കുളിച്ച് അമ്മന്റെ നേരെ ഓടി വരികയാണ്. അപ്പൊ അമ്മ വിചാരിച്ച് ഈ കുട്ടിനെ കടിച്ച് കുട്ടിനെ ശരിയാക്കിയിട്ട് വരികയെന്ന് വിചാരിച്ചിട്ട് ആ കീരിന്റെ തലയിലേക്ക് ഈ വെള്ളം കൊണ്ടിട്ട് ആ കീരി ചത്തു. അങ്ങനെ കുട്ടിയെ പിന്നെ കുട്ടിന്റെ കാര്യം അറിയാൻ വേണ്ടി വീട്ടിൽ ഓടി ചെന്നപ്പോ കാണുന്ന കാഴ്ച ഈ കുട്ടിയെ ആക്രമിക്കാൻ വേണ്ടി വന്ന വലിയൊരു വിഷസർപ്പം. ആ സർപ്പവുമായി മല്ലിട്ട് ആ സർപ്പത്തെ കൊന്ന് കുട്ടിനെ രക്ഷപ്പെടുത്തിയ സന്തോഷം പറയാൻ വേണ്ടി ഓടി വന്നതായിരുന്നു ആര്? ഈ കീരി. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു കഥയുണ്ട്, ചെറിയൊരു കഥയുണ്ട്. നമ്മൾ ഒരു കാര്യത്തിലും എടുത്ത് ചാടി നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. ഒരു കാര്യത്തിൽ നമുക്ക് പരാജയം ഉണ്ടാവും. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു കാര്യം ഒരു പക്ഷേ അതിന്റെ ബാക്കിൽ ഒരു വലിയ ഹൈർ അല്ലാഹു എടുത്തു വെച്ചു. പക്ഷെ ആ ഹൈർ നമ്മൾ കാണാതെ ആ ഹൈറിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. ആ ഹൈറിനെ നമ്മൾ വേണ്ടാന്ന് വെക്കും. അതുണ്ടാവരുത്. ഈ സൂറത്ത് നമുക്ക് ഈ സൂറത്തിന്റെ പോതി വെച്ച ആദ്യത്തെ ആയത്തുകൾ ഒരു പക്ഷെ ഈമാനുള്ള നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ട് മുനാഫിക്കാവും. തൗഹീദുള്ള നമ്മൾ തൗഹീദ് നഷ്ടപ്പെട്ട് മുശ്രിക്കാവും. ഷിർക്കിലേക്ക് പോകുന്ന എന്താണ്? ഇപ്പം നല്ല തൗഹീദുള്ള ആൾക്കാർ, എനിക്കറിയാം ഒന്ന് രണ്ട് ആൾക്കാർ എന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. നല്ല തൗഹീദുള്ള ആൾക്കാർ, നല്ലോണം ഖുതുബകൾ കേട്ടൊക്കെ പരിചയമുള്ള ആൾക്കാർ, അവരൊക്കെ പിന്നെ എന്താണ്ടായെന്ന് വെച്ചാൽ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഇന്ന് അവിടെ പോയി നോക്കി, നിങ്ങൾ ഇങ്ങനെ കുറെ ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് വൈദ്യന്മാരുടെ പോയിട്ട് കാര്യമില്ല, മറ്റേ കേന്ദ്രത്തിൽ ഇന്ന ആളുടെ പോയി നോക്കി, അത് മാറുന്നു പറഞ്ഞു. അങ്ങനെ ഷിർക്കിന്റെ കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വെച്ചാൽ അങ്ങനെ പോയ ആൾക്കാരുണ്ട്. തൗഹീദ് ഷിർക്കിലേക്ക് പോയത്. ഒരു വീട്ടില് ഒരു വാപ്പാക്ക് ജനിച്ച 3 പെൺകുട്ടികൾ. ആ 3 പെൺകുട്ടികളും പ്ലസ് ടു വരെ ഉഷാറായിട്ട് പഠിച്ച കുട്ടികൾ. എന്റെ ഭാര്യ വീടിന്റെ തൊട്ടടുത്ത ഒരു മതിലപ്പുറത്ത് ഒരു വാപ്പാക്ക് സുന്ദരികളായ 3 കുട്ടികൾ, അതിൽ പ്ലസ് ടു വരെ ഉഷാറായിട്ട് പഠിച്ച കുട്ടികൾ. ആദ്യം മൂത്ത കുട്ടിക്ക് ഒരു തരം മാനസിക വിഭ്രാന്തി കണ്ടു തുടങ്ങി. അങ്ങനെ കുറെ ചികിത്സിച്ച് കുറെ മരുന്നൊക്കെ കൊടുത്ത് ഇടക്ക് മാറും, ഇടക്ക് ഭയങ്കരമായിട്ട് വയലന്റ് ആകും, ഒട്ടപ്പൊടക്ക് ഇറങ്ങി ഓടും. ആകെ മാനസികമായിട്ട് ഇവര് തളർന്നു. നല്ല തൗഹീദുള്ള ആൾക്കാർ. കുറച്ച് കഴിഞ്ഞപ്പം ഇതേ അസുഖം രണ്ടാമത്തെ പെൺകുട്ടിക്ക് വരാം. ഇതേ അസുഖം രണ്ടാമത്തെ പെൺകുട്ടിക്ക് വരാം. അങ്ങനെ ആ കുട്ടിനെ ചികിത്സിക്കാൻ തുടങ്ങി. പിന്നീടുള്ളത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മോള, ആ മോൾക്കും ഇതേ വിഷയം വീണ്ടും വരിക. ഈ മൂത്ത പെൺകുട്ടിക്ക് ഉണ്ടായപ്പോ അതിനെ നോക്കിയതൊക്കെ 2 പെൺകുട്ടികളാ കൊണ്ടുനടക്കണം വരുന്നതൊക്കെ. അവസാനം ഇവരുണ്ടായത് എന്താന്ന് വെച്ചാൽ ഇവര് കുടുംബസമേത ഏർവാടിക്ക് പോയി.
കുടുംബസമേത ഏർവാടിക്ക് താമസം പറ്റി. ഇവരൊരുപാട് ചികിത്സിച്ച് ഒരുപാട് ചെയ്തൊക്കെ ചെയ്ത് അവസാനം ആരൊക്കെയോ പറഞ്ഞ് കാരണം ഇതിങ്ങനെ കാണുകയാണ്. കാരണം ഒരു വീട്ടിൽ ഒരു കുട്ടിക്കൊരു മാനസിക ഒരു ഇങ്ങനെയുള്ള 3 പെൺകുട്ടികൾ, നല്ലോണം പഠിക്കണ 3 പെൺകുട്ടികൾ, സുന്ദരികളായ 3 പെൺകുട്ടികൾ, നല്ല അനുസരണമുള്ള നല്ല സൽസ്വഭാവികളായ 3 പെൺകുട്ടികൾ. കാരണം ഞാനിത് അങ്ങനെ പറയാൻ കാരണം ഭാര്യയുടെ തൊട്ടടുത്ത് അത്രയും പരിചയമുള്ള കുടുംബമായതുകൊണ്ടാണ് പറയണത്. ഏത് സമയത്തും ഭാര്യ കുടുംബത്തെ കുറിച്ച് പറയും. അത്രയും പരിചയമുള്ള കുടുംബം. അവസാനം ഇതിങ്ങനെ കണ്ടു തുടങ്ങി. ഒരു കുട്ടിക്കുണ്ടായപ്പോ ആലോചിച്ചു, ഒരു കുട്ടിക്കുണ്ടായപ്പോ 3 കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചു. അള്ളാഹു അതിന്റെ ഉള്ളിൽ ഒരുക്കി വെച്ച ഹൈർ എന്താ പറയുന്നത്? എന്താ? ആ 3 കുട്ടികൾക്ക് നാളെ പരലോകത്ത് വിചാരണയില്ല. ആലോചിച്ചു നോക്കി. ആ 3 കുട്ടികൾക്ക് നാളെ പരലോകത്ത് വിചാരണയില്ല, നേരെ സ്വർഗത്തിലേക്ക്. ഈ 3 കുട്ടികളെ ക്ഷമയോടെ അള്ളാന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കുട്ടികളെ ആ രൂപത്തിൽ നോക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും, 2 പെൺകുട്ടികളെ കിട്ടിയാൽ തന്നെ ഏറ്റവും ഈമാനാക്കി വളർത്തിയാൽ തന്നെ സ്വർഗത്തിൽ പ്രകാരം പറയാണ്. 2 പെൺകുട്ടികളെ ഒരാൾക്ക് കിട്ടിയിട്ട് ആ പെൺകുട്ടികളെ നന്നായിട്ട് വളർത്തി നോക്കിയാൽ ആ വാപ്പി ഉമ്മയും സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാ, എന്റെ കൂടെ 2 പേരിൽ ഇങ്ങനെ ചേർത്തിട്ട് പറഞ്ഞു, ഈ 2 പേരിൽ എത്രമാത്രം ഇതുമാതിരി ആയിരിക്കും എന്റെ കൂടെ സ്വർഗത്തിൽ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു 2 പെൺകുട്ടികളെ കിട്ടിയാൽ തന്നെ. അപ്പൊ പിന്നെ ഈ 3 പെൺകുട്ടികളുണ്ടായി. ആ 3 പെൺകുട്ടിക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ വന്നു, ക്ഷമിച്ച് സഹിച്ച് അവര് ജീവിക്കുകയാണെങ്കിൽ അത് മതിയായിരുന്നു അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ. ഇപ്പം അവര് ഷിർക്കിലേക്ക് പോവാണ്. ഇപ്പൊ ആ വീടൊക്കെ വിറ്റ് പോയി. ഇപ്പൊ ആ വീട്ടില് കുറെ ബംഗാളികളൊക്കെ ആ വീട്ടിൽ താമസിക്കണം, ജോലിക്ക് പോകണം. അവിടൊക്കെ വിറ്റ് പോയി. അപ്പം ഇത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തൗഹീദ് പോകും, ഈമാന് പോകും. ഈമാന് പോയാൽ നിഫാഖിലേക്കാ പോവാ, കാപ്പറ്റത്തിലേക്കാ പോവാ. അള്ളാന്റെ വളബിന് അള്ളാന്റെ തൃപ്തിക്ക് പകരം അള്ളാന്റെ വളബിന് കാരണമായിട്ട് മാറുന്ന അവസ്ഥയാണ്. ഓക്കെ, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, തീർച്ചയായും നിനക്ക് നാം പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. ആ പ്രത്യക്ഷമായ വിജയമാണ് ഹുദൈബിയ സന്ധി. നമ്മൾ വായിച്ചു, പ്രത്യക്ഷമായ വിജയമാണ്. ഇവിടെ അവിടെ പ്രത്യക്ഷമായ വിജയം എന്നാ പറഞ്ഞേട്ടാ. എന്താ പറഞ്ഞേ? പ്രത്യക്ഷമായ വിജയം. ശരിക്കും ഉംറക്ക് വേണ്ടി അവര് പിന്നെ ഒരുങ്ങി പുറപ്പെട്ട് മദീനത്ത് 1400 സഹാബികളായിട്ട് ഒരുങ്ങി പുറപ്പെട്ട് വന്നിട്ട് ഹറമിന്റെ പരിസരത്ത് വരെ എത്തിയിട്ട് ഉംറ ചെയ്യാതെ എന്ത് ചെയ്യാണ്? തിരിച്ചു പോകാനാണ് കരാർ എഴുതിയിരിക്കുന്നത്. ആലോചിച്ചോക്കണം. ഉംറ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വന്ന ആൾക്കാർ എല്ലാവരും ഉംറ ചെയ്യാതെ ഇവിടെ തന്നെ തിരിച്ചു പോകാന്ന് പറയുമ്പോൾ എന്തേക്കാരുണ്ടാവുക? അവരുടെ മനസ്സെന്തായിരിക്കും? പക്ഷെ ആ പോക്കായിരുന്നു. കാരണം അള്ള പറഞ്ഞു പോവുന്നെ, വേറെ അതിന് പിന്നിലൊരു ഹൈറുണ്ടാകും. നമ്മൾ ഇത്രയും ആൾക്കാരെല്ലാരും കൂടി 1400 ആൾക്കാർ ഉംറ ചെയ്യാൻ വേണ്ടി വന്നിട്ട് മദീനത്ത് വന്ന് ഇവിടെ വരെ ഇത് കെട്ടി വന്ന് ഇറാമിൽ പ്രവേശിച്ച് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഉംറ ചെയ്യാതെ പോവാന്ന് പറഞ്ഞാൽ എങ്ങനെയപ്പോ അത് പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു വിഭാഗം അപ്പുറം മാറി, ഒരു വിഭാഗം നബിന്റെ കൂടെ ഉണ്ട്. അതാ വായിക്കാൻ പോണത്. കാരണം അവര് ചിന്തിച്ചത് എന്താണ്? ഇതിൽ ഹൈറുണ്ട്, ഉണ്ടോ? ഹൈറുണ്ട്, റബ്ബ് വെച്ചൊരു ഹൈറുണ്ട്. അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു ഉയർന്ന ഈമാൻ നമുക്ക് വേണം. എന്ത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധിയിൽ എന്തോ ഒരു ഹൈറ് എന്റെ റബ്ബ് എനിക്ക് വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള ഈമാൻ വേണം. പക്ഷെ നമ്മൾ പലപ്പോഴും 90% തകർന്നു പോവുക ചെയ്യാം. ഇവിടെ ഈ ആയത്ത് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, വ്യക്തമായ വിജയം നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഈ സൂറത്ത് എടുത്ത് ഓതിക്കൊള്ളിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ, പിന്നെ ഈമാനിനൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫതഹ്. പ്രത്യക്ഷമായ വിജയം എന്നല്ല പറയാം. ഇതൊരു പരോക്ഷമായതൊന്നല്ല, പ്രത്യക്ഷമായ വിജയമാണ്. ആ തിരിച്ചുപോക്കാണ് പിറ്റത്തെ കൊല്ലം എല്ലാവരും കൂടി വന്നിട്ട് ഉംറ നിർവഹിച്ച് ഹജ്ജ് നിർവഹിച്ച് മക്കൾ ഫതഹാക്കി കൊടുത്ത് പഠിച്ചു. കണ്ട, വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് ഒന്ന് ഈമാന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കാത്തു നിൽക്കേണ്ടി വരും. പക്ഷെ കാത്തു നിൽക്കാനുള്ള സബർ, ക്ഷമ പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരി, എന്തിനാണ് ഈ പ്രത്യക്ഷമായ വിജയം? നിന്റെ കഴിഞ്ഞു പോയതും ഇനി ഉണ്ടാകാനിരിക്കുന്നതും ഒക്കെയായ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ വേണ്ടിയിട്ടാണ്.
നബിക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ? നബിക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റ് നട. അപ്പൊ ഇതിപ്പോ ആരുദ്ദേശമായിരിക്കും? നമ്മളെ ഉദ്ദേശിച്ചാണ്. മനസ്സിലാണ്ട് പറഞ്ഞേ. നബി മാസൂമല്ലേ? നബിക്ക് തെറ്റ് പറ്റുമോ? ഇല്ല. നബിനോട് പറയണം കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകളൊക്കെ താങ്കൾക്ക് പുറത്തു തരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് ഊതുന്ന ഞമ്മക്കാണ് ഇതൊക്കെ. അപ്പൊ അല്ലാഹു തആല ഇങ്ങനെ ഒരു പ്രതിസന്ധിയോ പരീക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൂടെ അല്ലാഹ് എന്താ ചെയ്യാൻ പോണത്? നമ്മളെ പാപങ്ങളൊക്കെ കോടികൾ കൊടുത്താൽ തെറ്റ് പൊറുക്കുവോ? തെറ്റ് പുറത്ത് കിട്ടാൻ കോടികൾ ചെലവാക്കിയാൽ കിട്ടുമോ? പൊറുക്കുവോ? എന്താ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത്? ഈ ഭൂമിന്റെ അത്രയും കൂടി ഉണ്ടെങ്കിൽ കൊടുത്താൽ കിട്ടൂല. ഈ ഭൂമി മുഴുവനും സ്വർണ്ണാണ് വിചാരിക്കുക. ആ സ്വർണം മുഴുവൻ നിങ്ങൾ കൊടുത്ത് വിചാരിച്ചോളി, പാവം പുറത്തരൂല. ഇനി അവനാന്റെ ബാപ്പാനും ഇമ്മാനും മക്കളെയും കുടുംബത്തൊക്കെ നിങ്ങൾ പകരം കൊടുക്കാൻ തയ്യാറാവും. അങ്ങനെ കൊടുത്താലും കിട്ടൂല. അപ്പൊ കോടികൾ കൊണ്ട് കിട്ടാത്തൊരു സംഗതിയാണ് പടച്ചോൻ തരാൻ പോണത്. തെറ്റൊക്കെ പാപങ്ങളൊക്കെ പുറത്തു തരും എന്ന് മാത്രല്ല, അല്ലാഹു അവന്റെ നിഅമത്ത് നിന്റെ മേൽ പൂർത്തിയാക്കി തരാനാണ്. എങ്ങനെ? എന്താ അവസ്ഥ? അള്ളാഹ് തന്ന നിയമത്ത് പൂർണ്ണാകാത്ത അവസ്ഥ നമുക്കൊക്കെ ഉണ്ട്. അള്ളാഹ് തന്ന നിയമത്ത് പൂർണ്ണാലപ്പോഴാണ് ആരോഗ്യം പൂർണ്ണാവണം, മക്കള് പൂർണ്ണാവണം, നമ്മുടെ സമയം പൂർണ്ണാവണം. ഇതൊക്കെ നിയമത്താണ്. ഇതൊക്കെ പൂർണ്ണാവലപ്പോഴാണ്. അതിനൊക്കെ അതിന്റെ മട്ടത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. അല്ലേ? അല്ലെങ്കിൽ പൂർണ്ണാവോ? പൂർണ്ണാവൂല. സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിന്നെ നയിക്കുന്നതിന് വേണ്ടിയുമാണ്. എന്താ സംഭവിക്കുക? അത് മാറും. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മാറിപ്പോകും. നമ്മളെ ഈമാൻ പോകും, നമ്മളെ ചിന്ത പോകും, തൗഹീദ് ഒക്കെ പോകും. അങ്ങനെ പോയിട്ട് നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പോണ വഴിയിൽ നിന്ന് മാറിപ്പോവാണ്. ഇതിനെ സിറാത്തുൽ മുസ്തഖീം നമ്മളിങ്ങനെ 100 വട്ടം പറയും, പക്ഷെ ആ മാർഗത്തിൽ നമ്മൾ തെറ്റിപ്പോകും. ചെറിയ വിഷയം ഉണ്ടായാൽ മതി. ഇപ്പൊ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണ് പോണത്. അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നം പ്രയാസമൊന്നുമില്ല. ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനടക്കായിരിക്കും വലിയൊരു പരീക്ഷണം തരും. വലിയൊരു പരീക്ഷണം. ആ പരീക്ഷണത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളാണ് പതറിപ്പോയി. അതിൽ ഒന്നായിട്ടാണ് പോകുന്നത്. അതുണ്ടാവാതിരിക്കാൻ ബാക്കി അന്തസ്സാർന്ന ഒരു സഹായം അല്ലാഹു നിനക്ക് നൽകാൻ വേണ്ടിയുമാണ്. ഈ ഉംറക്ക് വന്നിട്ട് ഉംറ ചെയ്യാൻ വേണ്ടി വന്ന് ഇനി ഹുദൈബിയ സന്ധിക്ക് തയ്യാറായിരിക്കുക. ഇവർ ആര് തടുക്കാൻ നിൽക്കുന്നുണ്ട്? ആര് തടുക്കാൻ നിൽക്കുന്നുണ്ട്? ഖുറൈശികൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊക്കെ ഓർമ്മല്ലേ? മറന്നോ? ഇവിടെ റെഡിയാണ് ഇവരെ തടുക്കാൻ വേണ്ടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ സ്വകാര്യമായിട്ട് പറഞ്ഞയച്ചിരുന്നു അവിടേക്ക്. ഇവരെ കൂട്ടം ഒറ്റപ്പെട്ടിട്ട് ഒരു തടഞ്ഞു വെച്ചു. അല്ല, അദ്ദേഹത്തെ കൊന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത പ്രചരിപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഞാനതൊക്കെ. അപ്പൊ ഒരു പക്ഷേ അവർ ഈ ഹുദൈബിയ സന്ധിക്ക് തയ്യാറാകാതെ അള്ളാഹ് പറഞ്ഞ ഈ കാര്യം ചെയ്യാതെ ഉംറ കണ്ടു പോയാല് ചിലപ്പോ എന്ത് ചെയ്യും? അവിടെ ഇട്ടിട്ട് പോലെ ഖുറൈശികൾ പണിയാക്കും. പക്ഷെ അതൊന്നും ഇല്ലാതെ എന്താ ഉണ്ടായത്? ഇവർ തിരിച്ചു പോകാൻ തയ്യാറായതുകൊണ്ട് പിറ്റത്തെ കൊല്ലം അന്തസ്സാർന്ന വിജയം. ലക്ഷക്കണക്കിന് സ്വാബികളെ വരുന്നത്. അന്ന് 1400 ഉള്ളൂ. പിന്നെ വരുന്ന ലക്ഷങ്ങളാണ്. ഹജ്ജത്തുൽ വദാഇ ലക്ഷങ്ങളാ വരുന്നത്. തിരിച്ച് പിന്നെ വരുന്നത്. അന്തസ്സാർന്ന വിജയം അവർക്ക് കൊടുത്തു. അഭിമാനമുള്ള വിജയം കൊടുത്തു. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീന. കേട്ടോളെ, എന്തിനാണ് ഈ സംഭവം പറഞ്ഞറിയോ? അല്ലാഹ് വ്യക്തമായി പറയാം. എന്താണ്? ഹുവല്ലദീ, അല്ലാഹു അൻസല സക്കീന, സമാധാനം ഇറക്കി കൊടുക്കണം. സമാധാനം ഇറക്കി കൊടുക്കും. എവിടെ? ഫീ ഖുലൂബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം ഇറക്കി കൊടുക്കുന്നത് ആരാ? അല്ലാഹ്. എന്തിനാണത്? ലിയസ്ദാദു, വായിക്കേ, ലിയസ്ദാദു ഈമാന മഅ, ഈമാനിന്റെ കൂടെ ഈമാൻ കൂടാൻ വേണ്ടി. ലിയസ്ദാദു ഈമാന മഅ ഈമാനി, അവിടെ ഈമാനിന്റെ കൂടെ ഈമാൻ അങ്ങനെ വർദ്ധിക്കാൻ വേണ്ടി. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെ? ഈമാൻ കുറഞ്ഞു പോവുക ചെയ്യാ, ഇല്ലാതായി പോവുക. ഈമാൻ തൗഹീദ് ശിർക്കിലേക്ക് പോവുക ചെയ്യുക, ഈമാൻ നിഫാഖിലേക്ക് പോവുക ചെയ്യുക. അതിന് പകരം അല്ലാഹു തആല ഈമാനുള്ളവരുടെ ഹൃദയത്തിലേക്ക് സക്കീനത്ത് ഇറക്കി കൊടുക്കും, സമാധാനം ഇറക്കി കൊടുക്കും. പഠിച്ചു
ബേജാറാവണ്ട, സങ്കടപ്പെടണ്ട, പ്രശ്നമില്ല. ഇത്രയും കാലം സദക്ക കൊടുത്തില്ലേ, ഇനിയിപ്പോ സദക്ക കൊടുക്കാൻ കായില്ലല്ലോ എന്ന് വിചാരിച്ച് കരയണ്ട, വിഷമിക്കണ്ട. ഇത്ര കാലം കൊടുത്തില്ലേ, ആ കൊടുത്തത് പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇല്ലാത്തോണ്ടല്ലേ കൊടുക്കാത്തത്. പിന്നെ എന്തിനാ പള്ളിക്ക് പോതക്കണത്, എന്തിനാണ് ഇബാദത്ത് ചെയ്യാതൊക്കെ? അള്ളാഹു മനസ്സിലേക്ക് സക്കീനത്ത് ഇറക്കി കൊടുക്കണം, ഈമാന്റെ മേലെ ഈമാൻ കൂടാൻ വേണ്ടിയിട്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൈന്യങ്ങളൊക്കെ അല്ലാഹുവിന്റേതാണ്. വകാന അല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. നമുക്ക് ഒരു ചുക്കും അറിയില്ല, മനസ്സിലായില്ലേ? അലീമും ഹക്കീമൊക്കെ ആരാ? അള്ളാഹ്. നമ്മളെന്ത്, എനിക്കതൊക്കെ അറിയാം, അതൊക്കെ ഞാൻ കുറെ കണ്ടതാണ്, ഞാൻ കുറെ ആൾക്കാരെ കണ്ടതാണ്, എനിക്ക് കുറെ ആൾക്കാരെ പറ്റി അറിയാം, അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയാം, സംസാരിക്കുമ്പോ അങ്ങനെ പറയാം. എന്നോട് ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട എന്നൊക്കെ പറയും. പക്ഷെ നമുക്കൊന്നും അറിയില്ല. അലീമും ഹക്കീമും ഒക്കെ ആരാണ്? അള്ളാഹുവാണ്. നമ്മളെ കഴിഞ്ഞതും വരാനിരിക്കണം, നമ്മളെ ഭാവി എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എന്തിനാണ് ഇതൊക്കെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വർഗം നമുക്ക് നഷ്ടപ്പെടരുത്. പരലോകം നഷ്ടപ്പെടുന്ന ദുനിയാവിലെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. കണ്ട, സ്വർഗം നഷ്ടപ്പെടുന്ന ദുനിയാവിലെ ചില കാര്യങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ഒക്കെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ ഖാലിദീന ഫീഹാ. കണ്ട, അടിഭാഗത്തോട് നദികൾ ഒഴുകുന്ന നിത്യവാസികളാണ് അവരതിൽ. ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവേശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി, സ്വർഗം കിട്ടുന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അതിനാണ് അല്ലാഹുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അവരുടെ തിന്മകളൊക്കെ മായ്ച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അതൊരു മഹാഭാഗ്യാണ്. അള്ളാഹിന്റെ അടുക്കലുള്ള മഹാഭാഗ്യം. ചിലപ്പോ ഇവിടെ നമുക്ക് എന്താ, ഓൻ തോറ്റവനാണ്, ഓൻ പരാജയപ്പെട്ടവനാണ്, ഓൻ എല്ലാം തകർന്നവനാണ്, എല്ലാം പൊളിഞ്ഞ് പാളീസായവനാണ് എന്ന് പറയും. പക്ഷേ വക്കാന ഇൻദല്ലാഹി, അള്ളാഹിന്റെ അടുക്കൽ ഇവന് ഭയങ്കര ഭാഗ്യം കിട്ടിയില്ല. അള്ളാഹിന്റെ അടുക്കൽ ഇവൻ ഒരിക്കലും പൊളിഞ്ഞു വാളിച്ചായിട്ടില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഇവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എത്ര പച്ചക്കറന്ന കാര്യങ്ങൾ പറഞ്ഞു നോക്കി. എന്നാൽ ചില ആൾക്കാരുണ്ടാവും, കേട്ടോളി, ചില ആൾക്കാരുണ്ടാവും, അവര് നിഫാഖിലേക്ക് പോകും, ഷിർക്കിലേക്ക് പോകും. അത് പരീക്ഷിക്കാനാണ്. അപ്പൊ ഈമാനുള്ളവരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ അവരെ ഉറപ്പിക്കാനും വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്തി. കണ്ട, മുശ്രിക്കായ ആണും പെണ്ണും മുനാഫിക്കായ ആണും പെണ്ണും. എന്താ പ്രശ്നം എന്നറിയാം? വായിക്കേ. അല്ലാഹീന ബില്ലാഹി ലന്നസ, അവർ അല്ലാഹനെ പറ്റി മോശമായി വിചാരിച്ചത്. എങ്ങനെ? അള്ളാഹിനെ പറ്റി എന്താ വിചാരിച്ചത്? മോശമായ വിചാരം. ഞാൻ ഇങ്ങനൊക്കെ ഇബാദത്ത് ചെയ്തിട്ടും, ഞാൻ ഇങ്ങനൊക്കെ ദാനം ചെയ്തിട്ടും അള്ളാഹ് എന്നോട് ഇങ്ങനെ കാണിച്ചില്ലേ, അള്ളാഹ് എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ? എങ്ങനെയുണ്ട്? അവൻ അള്ളാഹിനെ പറ്റിയിട്ട് പിന്നെ ഹുസ്നുൽ ലന്ന ഉള്ളത്, അതാ സൂഉൽ ലന്ന ഉള്ളത്. സൂഉൽ ലന്ന ഉള്ളത് എപ്പോഴും അള്ളാഹിനെ പറ്റി നല്ലത് മാത്രം വിചാരിക്കാൻ പാടുള്ളൂ. ജീവിതത്തിൽ പണ്ടാറടങ്ങാൻ അറിയാം. എന്താ സംഭവം? പണ്ടാരടങ്ങാന്ന് പറഞ്ഞാൽ ഈ പിന്നെ പൂജക്ക് നേതൃത്വം കൊടുക്കുന്ന ആക്കാണ് പണ്ടാരെന്ന് പറയുന്നത്. അത് അടങ്ങാന്ന് പറഞ്ഞാൽ ഓന് പണി തീരട്ടെ, പള്ളിക്കല ഇമാമ മരിക്കട്ടെ, പണ്ടാരടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അത് എവിടുന്ന് ഉണ്ടായതെന്നാണ്? അള്ളാഹിനെ പറ്റിയുള്ള ഏറ്റവും മോശപ്പെട്ട വിചാരത്തിൽ നിന്നുണ്ടായതാണ്. നമ്മളിപ്പോ നടന്നു പോകുമ്പോ കാല് കല്ലുമ തട്ടി, ഓ ഭയങ്കര നല്ല തണുപ്പുള്ള സമയം രാവിലെ, കാല് കല്ലുമ തട്ടിന്റെ വേദന പണ്ടറങ്ങാൻ. എന്തായി? ഇവിടെ ആരെ പറഞ്ഞു? ഇവിടെ ശരിക്കും ഡയറക്റ്റ് ഇപ്പൊ ചീത്ത പറഞ്ഞത് ആരെ? അള്ളാനെയാണ് ചീത്ത പറഞ്ഞത്. ഒരു ചെറിയ വേദന ഉണ്ടായാൽ മതി, അപ്പോഴേക്കും നമ്മൾ അള്ളാനെ പറയും. സഹോദരങ്ങളെ, അള്ളാന്റെ കോപാണ് ഉണ്ടാവുക. ഇതാണ് വിഷയം, വല്ലബുള്ളാന്റെ വിഷയം. ചെറിയൊരു വിഷയം ഉണ്ടായാൽ മതി. അള്ളാഹിനെ പറ്റി മോശമായി വിചാരം ഉണ്ടാവാനേ പാടില്ല. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ വിഷമങ്ങൾ വന്നാലും നമ്മൾ അള്ളാഹിനെ പറ്റി നല്ലത് മാത്രം വിചാരിക്കാൻ പറ്റും. അപ്പൊ എന്താണ് അതിൽ? അപ്പൊ കാല് തട്ടി ആകെ അങ്ങക്കാണ്ട് പറഞ്ഞാൽ മതി, കാല് വേദനായി സഹിക്കാൻ കഴിയുന്നത്. അതിലിപ്പോ എന്ത് ഹൈറാണത്? ചിലപ്പം ആ കാലുമ തട്ടി ഒരു സെക്കൻഡ് ചിലപ്പോ അവിടെ നിന്നതായിരിക്കും വലിയൊരു അപകടത്തിൽ രക്ഷപ്പെടാൻ കാരണമായിട്ടുണ്ടായത്.
വലിയൊരു അപകടത്തിൽ രക്ഷപ്പെടാൻ കാരണമാണ് ചിലപ്പോൾ എന്തായിരിക്കും, പുളിക്കൽ അങ്ങാടിയിൽ രാവിലെ സുബഹിക്ക് ഒരു മൂലയേറി ബസ് കത്തിക്കുക. കഴിഞ്ഞ ദിവസം പുളിക്കൽ അങ്ങാടിയിൽ ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ ബസ് കത്തിക്കുക. ഒരു വണ്ടി നേരെ അവിടെ വന്നിട്ട് ഇയാളെ തട്ടി തെറിപ്പിച്ചാണ് പോയി. ഒറ്റ പോക്ക് മരിച്ചു. ഒരു മൂലയർ അന്ന് രാവിലെ മദ്രസ പഠിപ്പിക്കാൻ വേണ്ടി ബസ് കത്തിക്കുക. നമ്മളൊന്ന് കാല് തട്ടി ഒന്ന് ഒരു മിനിറ്റ് സ്റ്റക്കായി നിന്ന്, കാല് തട്ടിയപ്പോ നമ്മളെ കാലിങ്ങനെ പിടിച്ചിട്ട് നിന്നു. ആ ഒരു സെക്കൻഡ് പഠിച്ചു നമ്മളവിടെ നിർത്തിയതായിരിക്കും ചിലപ്പോൾ തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇനി അതുമല്ല എന്ന് വിചാരിച്ചോളി, നമ്മള് വേദന വന്ന് നമ്മൾ സഹിച്ചു. അപ്പൊ എന്താ ഉണ്ടായത്? അതിന് മുമ്പേ നമ്മൾ ചെയ്ത തെറ്റ് പടച്ചവനാണ് പുറത്തുന്നു. ആ തെറ്റ് മായാണ്. നാളെ പരലോകത്ത് ഒക്കെ നാളെ പരലോകത്ത് വെളിപ്പെടും. എല്ലാ സയ്യാത്തും വെളിപ്പെടും. പക്ഷെ അള്ളാഹു ആ സയ്യാത്ത് എന്ത് ചെയ്യാണ്? രേഖ തന്നെ മായ്ക്കണം. ആ സയ്യാത്ത് ഉണ്ടാവില്ല. ആ വേദന സഹിച്ചപ്പോ സയ്യാത്ത് മാറി. ആ സയ്യാത്ത് കോടികൾ കൊണ്ട് കിട്ടൂല, മായ്ച്ചു കിട്ടൂല എന്ന് പറഞ്ഞ സംഗതിയാണ്. ഒരു തിരുമണ്ട് മായ്ച്ചു കിട്ടാൻ അതിന്റെ വില എത്രയാന്ന് വിചാരിച്ചു? മനസ്സിലായിട്ട് പറഞ്ഞേ. ബാക്കി അള്ളാനെ പറ്റി അവര് മോശമായി വിചാരിച്ചു. അലൈഹിം ദായിറത്ത് സൗ, ഒരു തിന്മയുടെ വലയം അവർക്ക് ചുറ്റുമുണ്ട്. അവരുടെ മേലൊരു തിന്മയുടെ വലയമുണ്ട്. അല്ലാഹു അലൈഹിം, അല്ലാഹു അവരെ മേൽ കോപിച്ചിരിക്കുന്നു. വലഅനഹും, അവരെ ശപിച്ചിരിക്കുന്നു. വഅഅദലഹും ജഹന്നം, അവർക്ക് നരകം ഒരുക്കി വെച്ചിരിക്കുന്നു. വസഅത്ത് മസ്സിറാ, അതത്ര മോശമായ സങ്കേതമാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാന അല്ലാഹു അസീസൻ ഹകീമാ. ആകാശഭൂമികളുടെ സൈന്യം അത് അല്ലാഹുവിനുള്ളതാകുന്നു, അല്ലാഹുവിന്റേതാകുന്നു. വകാന അല്ലാഹു അസീസൻ ഹകീമാ, അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, തിന്നെ നാം അയച്ചിട്ടുള്ളത് ഒരു സാക്ഷിയായി, സന്തോഷവാർത്ത അറിയിക്കുന്നവനായി, താക്കീതുകാരനായിട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും നിങ്ങൾ വിശ്വസിക്കുക. വതുഅസ്സിറൂഹു, നിങ്ങൾ അവനെ നിങ്ങൾ സഹായിക്കുക. വതുവഖിറൂഹു, അദ്ദേഹത്തെ നിങ്ങൾ ആദരിക്കുക. വതുസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, രാവിലെ വൈകുന്നേരവും അവന് തസ്ബീഹ് പറയുകയും ചെയ്യുക. അപ്പൊ ഇത്രയും ആയത്തുകൾ ജീവിതത്തിൽ ഏത് പ്രസംഗി വരുമ്പോഴും ഇതൊന്ന് കാണാൻ പഠിച്ചിട്ട് ഓതിക്കൊള്ളേണ്ടി ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റും. അള്ളാഹു ഹൃദയത്തിലേക്ക് സക്കീനത്ത് ഇറക്കി തരും. ഹൃദയത്തിലേക്ക് സക്കീനത്ത്, സമാധാനം ഇറക്കി തരും. ഇത് മാത്രമല്ല, അള്ളാഹു ഈമാന്റെ മേൽ ഈമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠിച്ച കാര്യങ്ങൾ പ്രകാരം ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.